ഒരു ഭാഗത്ത് ചൂട് കൂടുന്നതോടുകൂടി തന്നെ പാമ്പുകളുടെ സാന്നിധ്യം ഇങ്ങനെ ദിനം പ്രതി ഏറി വരുന്ന കാഴ്ച കാണുകയാണ്. ഒരു ദിവസം നിരവധി ആൾക്കാർക്കാണ് പാമ്പുകടി ഏൽക്കുന്നതും. കോഴിക്കോട് കാരശ്ശേരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കപ്പിയിൽ പാമ്പ് ചുറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മുരിങ്ങമ്പുറായിലെ വീട്ടിൽ നിന്ന് ശംഖുവരയാണ് ഇത്തരത്തിൽ പിടികൂടിയത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടെ കയറിൽ പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത്. രമ്യ ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രമ്യ, സംസ്ഥാനത്ത് പാമ്പ് ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. വീട്ടമ്മ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടെ ആ കയറിൽ ചുറ്റിപ്പിടഞ്ഞു കിടക്കുകയായിരുന്നു വിഷപ്പാമ്പല്ലേ? തീർച്ചയായും രോഹിണി, കാരണം കുറേ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ തന്നെയാണ് പാമ്പിൻ്റെ ശല്യം സംസ്ഥാനത്തെ വ്യാപകമായി കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പലർക്കും പല ദിവസങ്ങളിലായി കടിയേൽക്കുന്നൊരവസ്ഥ കൂടിയുണ്ട്. നിലവിൽ ഇന്ന് പുറത്തു വരുന്ന വാർത്ത, ഈ കാരശ്ശേരി പഞ്ചായത്തിലെ മുറങ്ങമ്പുറായിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു പാമ്പിനെ ഈ കിണറ്റിലെ വെള്ളം കോരുന്ന കപ്പിയിലും കയറിലുമായി കണ്ടെത്തുന്നത്. അതായത് ഏകദേശം 10:30 ആയിരുന്നു ഇന്ന് സംഭവം ഉണ്ടായത്. വീട്ടമ്മ വെള്ളം കോരാനായി കയർ എടുത്ത് നോക്കിയപ്പോൾ അത് തണുപ്പ് അനുഭവപ്പെട്ടു. തുടർന്ന് നോക്കിയപ്പോഴാണ് ഈ കപ്പിയിലും കയറിലുമായി ഇത്തരത്തിൽ ഉഗ്രവിഷമുള്ള പാമ്പ് ചുറ്റിക്കിടക്കുന്നത് കണ്ടത്. ശംഖുവരൻ പാമ്പിനെയാണ് ഇത്തരത്തിൽ പിടികൂടിയത്. ഉടൻ തന്നെ ഇവർ സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെത്തിയാണ് പാമ്പിനെ പിടികൂടി കൊണ്ടുപോയത്. വളരെ തലനാരിഴയ്ക്കാണ് വീട്ടമ്മ ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കാരണം രാവിലെ വെള്ളം കോരാനായിട്ടാണ് ഇവർ കിണറ്റിൻകരയിലേക്ക് എത്തുന്നത്. അത്തരത്തിലാണ് ഒരു അപകടം സംഭവിച്ചില്ല. പക്ഷേ ഭാഗ്യത്തിന് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. രോഹിണി. ശരി, രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.